ലിറ്റ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പുസ്തകത്തിലെ അവസാനത്തെ ചാപ്റ്റർ റൈറ്റിംഗ് CVs ആൻഡ് ലെറ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പേർപ്പസസ് സെക്കൻഡ് എന്ന ഭാഗത്താണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ കോഴ്സ് സെക്കൻഡ് സെമസ്റ്റർ സബ്ജക്റ്റാണ്. സെക്കൻഡ് സെമസ്റ്റർ കോമൺ കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പുസ്തകം പഠിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നേരിട്ട് എങ്ങനെയാണ് CV എഴുതുന്നത്, ലെറ്റേഴ്സ് എഴുതുന്നത് എന്നതിലേക്ക് കിടക്കാം. ഈ ഒരു ചാപ്റ്റർ എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് CV എഴുതാനുള്ള ഒരു ചോദ്യം ഉണ്ടാകും, ലെറ്റർ എഴുതാനുള്ള ഒരു ചോദ്യം ഉണ്ടാകും, പിന്നെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. വാട്ട് ഈസ് മെമോ, വാട്ട് ഈസ് എറ്റിക്കറ്റ് ഓഫ് ഇമെയിൽ റൈറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ചാപ്റ്റർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും വളരെ സൂക്ഷ്മമായി തന്നെ ഇത് പഠിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ്, കരിക്കുലം വിറ്റേ. എന്താണ് കരിക്കുലം വിറ്റേ? CV എന്ന് പറഞ്ഞാൽ, curriculum vitae, commonly abbreviated to CV, is a Latin term that translates as the course of one's life. The meaning of curriculum vitae is that the course of one's life. It is a Latin word. It is important. It is a Latin word. When we are writing the definition, we should write it is a Latin word which means the course of one's life. It is a summary of your academic and work history. A well-formatted CV could dramatically improve an individual's chance to obtain a desirable position. If we well design our CV, it will improve the chance to obtain a desirable position in our career. ഇത് നമ്മുടെ കരിയർ, നല്ല ഒരു CV നമ്മുടെ കരിയർ തന്നെ ഉയർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ CV കണ്ടാൽ മാത്രം മതി ഒരു പക്ഷേ നമ്മളെ സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. CV എന്ന് പറഞ്ഞാൽ കരിക്കുലം വിറ്റേയി, ദ കോഴ്സ് ഓഫ് വൺസ് ലൈഫ് ആണെന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് യുവർ അക്കാദമിക് ആൻഡ് വർക്ക് ഹിസ്റ്ററി എന്ന് നമുക്ക് സിമ്പിളായതിനെ സമ്മറി ആയിട്ട് പറയാം. നെക്സ്റ്റ്, CV, ബയോഡാറ്റ ആൻഡ് റെസ്യൂം. ഇത് സാധാരണ ചോദിക്കുന്നതാണ് എക്സാമിന്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CV ആൻഡ് ബയോഡാറ്റ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോഡാറ്റ ആൻഡ് റെസ്യൂം? These three are different. While CV, biodata and resume are roughly equivalent documents, there are important differences in its usage and content. Even though it is used in the same way, there are some differences among them. നമ്മൾ വളരെ എന്താ പറയുക, സിമിലർ ആയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് എങ്കിലും ഇവയ്ക്കിടയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ബയോഡാറ്റ, ദ ഷോർട്ട് ഫോം ഓഫ് ബയോഗ്രഫിക്കൽ ഡാറ്റ, എംഫസിസ് on personal particulars like date of birth, sex, nationality, marital status and so on. നമ്മുടെ പേഴ്സണൽ പെർട്ടിക്കുലേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള, അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചെറിയ ഒരു ബയോഗ്രഫിക്കൽ ഡാറ്റയാണ് ബയോഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബയോഗ്രഫിക്കൽ, ഇറ്റ് ഈസ് ഷോർട്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി, മാരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് സോ ഓൺ. വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. റെസ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എൻ അഡ്വർടൈസിംഗ് ടൂൾ ഫോർ സെല്ലിംഗ് വൺ സെൽഫ് ആസ് ദ മോസ്റ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്. ഇറ്റ് ഈസ് എൻ അഡ്വർടൈസിംഗ് ഓഫ് അവർ സെൽസ്. നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആണെന്ന് പരസ്യപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ വന്നിരിക്കണം. ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ബിസിനസ് and there is no specific format for a resume. It is typically used in business. We know that because in business we are selling ourselves, our career, our skill, and such as we are selling ourselves. So it is important to expose ourselves. നമ്മളങ്ങനെ പുറത്തേക്ക് കാണിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിലുണ്ടാവുക. The most difference between CV and resume is it is length. CV is lengthy and it may include many other different skills, career achievements, qualifications, and also a CV is used primarily when applying for
fellowships and grants, and it is static. When a CV is primarily it is used when we are applying for fellowships. നമ്മൾ വല്ല ഫെല്ലോഷിപ്പിന് അതേപോലെ ഗ്രാൻഡിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റേറ്റിക്. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് എ സി വി ഈസ് സ്റ്റേറ്റിക്. ഇറ്റ് കുഡ് നോട്ട് ബി ചേഞ്ച്ഡ്. അത് ചേഞ്ച് ചെയ്യില്ല, അത് വളരെ സ്റ്റേറ്റിക് ആണ്. ഇനി റെസ്യൂമും കൂടെ ഇതിൽ പറയുന്നുണ്ട്. റെസ്യൂം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ചിങ് എന്നതാണ് അതിൻ്റെ വ്യത്യാസം. Resume is changing because in accordance on behalf when we are going to a firm, we will change our resume in accordance with the terms and conditions of that firm. നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ സ്ഥാപനത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പോസ്റ്റിനനുസരിച്ചിട്ടുള്ള പിന്നെ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ ഇൻ്റർവ്യൂവിന് പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്യൂം നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇറ്റ് ഈസ് ചേഞ്ചിങ്. അത് ചേഞ്ചിങ് ആണ്. സി വി സ്റ്റേറ്റിക് ആണ്. ഇനി നമ്മളുടെ സി വിയിലേക്ക് കോമ്പണൻസ് ഓഫ് സി വി. സി വിയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സി വി എഴുതുക എന്നുള്ള പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ സി വിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ ഒന്നാമത്തത്, ഇറ്റ് ഈസ് വൈറ്റൽ ദാറ്റ് ദ റീഡർ കാൻ സ്പോട്ട് അറ്റ് എ ഗ്ലാൻസ് നോട്ട് ഓൺലി യുവർ നെയിം ബട്ട് ഓൾസോ പ്രിസൈസ്ലി ഹൗ ടു ഗെറ്റ് ഇൻ കോൺടാക്ട് വിത്ത് യു. Your CV should be headed with your name. Then you can add your address, phone address, date of birth, sex, marital status, religion, Aadhaar number, etc. Personal details may include all the details related to us, or personal, family, and like that. നമുക്ക് മാരിറ്റൽ സ്റ്റാറ്റസ്, റിലീജൻ, ആധാർ ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. നോട്ട് ഓൺലി ദ നെയിം ബട്ട് ദ അഡ്രസ്, ഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇനി നെക്സ്റ്റ് വൺ, പ്രൊഫഷണൽ ഡീറ്റെയിൽസ്. ഇറ്റ് ഈസ് എ ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് at the very beginning of a CV which conveys the reader an overall impression of your key personal and professional characteristics. This part include your academic or personal experiences and your abilities which are crucial for the job. നിലവിൽ നമ്മൾ ഏത് ജോബിനാണോ പോകുന്നത് ആ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ സ്കില്ലാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനൊക്കെ ഒന്ന് ബ്രീഫായിട്ട് കൊടുക്കുന്നതിനാണ് പ്രൊഫഷണൽ പ്രൊഫൈൽ എന്ന് പറയാം. ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ സി വി. സി വിയുടെ വളരെ തുടക്കത്തിലാണ് ഉണ്ടാവുക. വിച്ച് കൺവെയ്സ് ദ റീഡർ ആൻ ഓവറോൾ ഇംപ്രഷൻ ഓർ യുവർ കീ പേഴ്സണൽ പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പേഴ്സണൽ പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ ഉൾക്കൊള്ളും. ഇപ്പോൾ ഹൈലൈറ്റ്സ് നമുക്ക് കൊടുക്കാം. നമ്മുടെ കരിയറിലെ ഒരു ഹൈലൈറ്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്താണ് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഇതൊക്കെയാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്. ദ ടാസ്ക് ഓഫ് ദ ഒബ്ജക്റ്റീവ് സെഷൻ ഈസ് ടു എക്സ്പ്ലെയിൻ യുവർ പ്രിഫേർഡ് കരിയർ ഡയറക്ഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഓൺ വാട്ട് യു ഹോപ്പ് ടു അച്ചീവ് ഫ്രം യുവർ ഫ്യൂച്ചർ കരിയർ. ഫ്യൂച്ചർ കരിയറിൽ നമ്മൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കണം. ഐ എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം നമുക്ക്. ഐ എക്സ്പെക്റ്റ് അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടുന്നു എന്നൊക്കെ ഉള്ളതാണ് അതിൽ വരുന്നത്. While writing an objective statement, you should write down the types of positions, types of organizations or settings, the specific skill you want to use or develop in your next job. എന്തൊക്കെ തരത്തിലുള്ള ടൈപ്സ് ഓഫ് പൊസിഷൻസ് ആണ് എനിക്ക് പറ്റുക, ഞാൻ ആഗ്രഹിക്കുന്നത്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്, വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഐ വാണ്ട് ടു ഫെച്ച് മൈ സ്കിൽസ് എന്നതവിടെ വേണം. ആൻഡ് സെറ്റിങ്സ്, the whereabouts or surroundings of our job atmosphere. It is very important while we are taking our all hours, working hours in a firm or in an institution. The working atmosphere is very important for us, because if we are not satisfied in this working atmosphere, it will negatively affect us, and it will make some problems on us. So it is very important to note. അത് നമ്മൾ നോട്ട് ചെയ്യണം. ആൻഡ് സ്പെസിഫിക് സ്കിൽസ് യു വാണ്ട് ടു യൂസ് ഓർ ഡെവലപ്പ് ഇൻ യുവർ നെക്സ്റ്റ് ജോബ്. ഇഫ് യു ഗെറ്റ് എ കരിയർ എന്താ പറയുക ഇംപ്രൂവ്മെൻറ്റ്, ഇഫ് യു ഗെറ്റ് എന്താ പറയുക നമുക്കൊരു പ്രൊമോഷൻ, കരിയർ പ്രൊമോഷൻ, വാട്ട് വിൽ ബി അവർ എയിം? നെക്സ്റ്റ് ജോബ് എന്തായിരിക്കണം?
അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അതിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതിന് താഴെ വരുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നമുക്കറിയാം ദിസ് പാർട്ട് ഇൻക്ലൂഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ ക്വാളിഫിക്കേഷൻസ്. നമ്മളിപ്പോൾ തുടക്കം മുതൽ 10th 12th ഡിഗ്രി, PG, PhD, ഇതൊക്കെ the dates of you received your qualifications, years and months. ബട്ട് എന്നാണ് നമ്മൾ നമ്മുടെ പിന്നെ SSLC പാസ്സായിട്ടുള്ളത്, 10th പാസ്സായിട്ടുള്ളത്, അതിൻ്റെ ഡേറ്റ് 2015 മാർച്ച്, 2018 മാർച്ച്, ഇങ്ങനെയൊക്കെ ഉള്ളത്. വാട്ട് ഗ്രേഡ്സ് ക്ലാസ് മാർക്സ് യു അച്ചീവ്ഡ്, അതിൻ്റെ കൂടെ തന്നെ വാട്ട് ക്ലാസ് ഇൻ 10th ഹൗ മെനി percentage of marks I have got, how many marks I got in the 10th grade. 10th ക്ലാസ്സിൽ എത്ര, 12ാം ക്ലാസ്സിൽ എത്ര, +2 എത്ര, ഡിഗ്രിക്ക് എത്രയൊക്കെ ശതമാനം മാർക്ക്, ഏത് ക്ലാസ്സാണ് കിട്ടിയിട്ടുള്ളത്, ഇതൊക്കെ കൊടുക്കണം. The names of the institutions where we studied, in which schools, in which colleges we have studied, it should be noted in our CV. Special certifications, licenses, additional vocational trainings. There may be special certifications like NSS certificate is one of the special certificate. NCC certificate is also one of them. Licenses, we have driving licenses, many other licenses. It should be noted there. Additional vocational trainings. There may be additional vocational we got additional vocational trainings while we are studying. We may joined with an add-on course, we may participate in other courses, and we have a professional skill or a vocational training. It should be included in this CV. For example, ഒരുപാട് ട്രേഡുകൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ആ ട്രെയിനുകളൊക്കെ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഐ ഹാവ് ദ എക്സ്ട്രാ സ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ചില സമയത്ത് BCom പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് കുട്ടികൾ പുറത്ത് പോയിട്ട് ഒരു പിന്നെ എന്തെങ്കിലും ഒരു സ്കില്ല് അധികം നേടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം ഒരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ സ്കിൽ ദാറ്റ് യു ഹാവ് ഗോട്ട്, അതവിടെ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് പാർട്ട് കരിയർ ഹിസ്റ്ററി, വർക്ക് എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസ് ആണ് where I worked. Start with your present or most recent job and work all the way back to your very first job. നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ആദ്യത്തത് എഴുതി ഇങ്ങനെ വരണം. ഇപ്പോൾ ചെയ്യുന്നത്, നിലവിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി, ഇതിനു മുമ്പുണ്ടായിരുന്ന ജോലി, അതിനു മുമ്പുണ്ടായിരുന്ന ജോലി, അങ്ങനെ ഫസ്റ്റ് ജോലി വരെ ഉള്ളത് ഇങ്ങനെ എഴുതി പോകണം. ഇൻ ദിസ് പാർട്ട് യു നീഡ് ടു സ്പെസിഫൈ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ദ ഡേറ്റ്സ് യു വർക്ക് ഫോർ ഈച്ച് ഓർഗനൈസേഷൻ, ഓരോ ഓർഗനൈസേഷൻ്റെയും വർക്ക് ചെയ്ത കാലാവധി അത് വേണം. യുവർ ജോബ് ടൈറ്റിൽ ഓർ ഫംഗ്ഷൻ, ഇൻ വിച്ച് ടൈറ്റിൽ യു വർക്ക്ഡ് ദർ. ഫോർ എക്സാമ്പിൾ, യു ഹാവ് എ ടീച്ചർ in a college as assistant professor. The title of the job is assistant professor. If you are an accountant, if you were an accountant in a firm, you should not an accountant or a general manager like that positions. We not in which position we worked. The name of the organization you worked for along with location. A name of the organization is important and their location. If they need to contact with them, we should mention them. We should mention the place where it situated, existed, and അവർക്ക് പരസ്പരം അന്വേഷിക്കാൻ പറ്റും. എ കമ്പലിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് യു റോൾ എൻറ്റൈൽഡ്. അവിടെ നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്തു. ചിലപ്പോൾ നമ്മളുടെ പൊസിഷൻ ഒന്നായിരിക്കാം, പക്ഷെ ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നാണ് ഉണ്ടായിരുന്നത്, പക്ഷെ കോളേജിൽ ഒരുപാട് ജോലികൾ ചെയ്തു. യൂണിയൻ അഡ്വൈസറായി, പിന്നെ അവിടുത്തെ മാഗസിൻ അഡ്വൈസറായി, അവിടെ മറ്റു ക്ലബ്ബുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, സ്റ്റാഫ് അഡ്വൈസറായി, ഇതൊക്കെ HOD ആയി. ഇതൊക്കെ നമ്മുടെ കുറേ കരിയർ ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഇതൊക്കെ അവിടെ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് സ്കിൽസ്. എന്തൊക്കെ സ്കില്ലാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. എ സ്കിൽ സെക്ഷൻ ഈസ് എ സമ്മറി ഓഫ് ദ മെയിൻ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് യു ആർ ഓഫറിംഗ് to a prospective employer. You can include your communication skill, interpersonal skill, administrative skill, organizational skills, and presentation skills. These skills may be included in our key skills. We have if we are fluent in our communication, it should be mentioned in our CV.
Interpersonal skills. Interpersonal skills means that if there were two persons, we know that interpersonal communication skill is, if you are a salesman, interpersonal skill is very important. With your interpersonal skills, you should persuade your communicator to buy the product you are selling. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ്, ഓർഗനൈസേഷൻ സ്കിൽസ്, പ്രസൻറ്റേഷൻ സ്കിൽസ്, ഞാനിതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അച്ചീവ്മെൻറ്റ്സ്, ഈ കാലഘട്ടത്തിൽ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ. ഇൻ ദിസ് സെഷൻ യു ക്യാൻ ഹൈലൈറ്റ് യുവർ പേഴ്സണൽ, പ്രൊഫഷണൽ ആൻഡ് അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ്. നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു, എനിക്ക് ഇന്ന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഇന്ന നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഞാൻ യുവജനോത്സവത്തിൽ പങ്കെടുത്ത സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, മാഗസിൻ എഡിറ്റർ ആയിരുന്നു, അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ്. You can simply summarize your interests and extracurricular activities in this session, such as sports, acting, dancing, painting, creative writing, etc. നമുക്ക് ഒരുപാട് തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. Someone may active in some of the sport activities, or some persons may active in dancing, acting, painting. More of the persons may be active in painting. There were most of the students who are active in painting, we know that. And creative writing, essay, novel, അങ്ങനത്തെ ഒരുപാട് ആളുകൾ അതൊക്കെ അതിൽ എഴുതിയിരിക്കണം. References, and the last section, references. The references listed should be willing to confirm your claims. There may be references. References means that contact numbers of the persons they could recheck the details given there. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ 1ാം റാങ്ക് നേടിയിരുന്നു, ഇന്ന കോളേജിൽ ഞാൻ പഠിച്ചു, കോളേജിൽ ജോലി ചെയ്തു, അവിടുത്തെ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നമ്മളിങ്ങനെ പറയാണ്. അപ്പോൾ അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അവിടെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളെ കൊടുക്കണം. ദേ ക്യാൻ ബി യുവർ ടീച്ചേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഫോമർ ബോസ്, ഈവൻ നൈബേഴ്സ്, if they are professionals connected with the job you are applying for. നമ്മളുടെ ഒരു പ്രൊഫഷനെ ആരൊക്കെയാണോ, ആരോട് ചോദിച്ചാലാണോ മനസ്സിലാവുക, അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആയിരിക്കാം, ബോസൊക്കെ ആയിരിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിതിൽ കൊടുക്കണം. നെക്സ്റ്റ് ഭാഗം ലെറ്റർ റൈറ്റിംഗ് ആണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലെറ്റർ റൈറ്റിംഗ്. 2 തരം ലെറ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം, ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് പേഴ്സണൽ ലെറ്റേഴ്സ്. രണ്ടിനെ കുറിച്ചും ചെറുതായി ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ജനറലി ദർ ആർ 2 types of letters, formal and informal or personal. Formal letters have one or more of the following purposes. Informal lettersന് താഴെ വരുന്ന ഏതെങ്കിലും ഒരു purpose ആണ് ഉണ്ടാകുക. To think, to give news, to apologize, to invite, to reply another letter. മറ്റൊരു ലെറ്ററിനെ കുറിച്ചിട്ട് അതിന് റീപ്ലൈ അല്ലെങ്കിൽ എന്താ പറയുക, അതിന് ഇൻവിറ്റേഷൻ ആയിരിക്കാം, അപ്പോളജൈസ് ആയിരിക്കാം, ചിന്തിപ്പിക്കുക, എന്തൊക്കെ പല കാര്യത്തിലായിരിക്കാം. ജനറൽ ഫോർമാറ്റ് ഓഫ് ആൻ ഇൻഫോർമൽ ലെറ്റർ എന്താണെന്ന് നോക്കാം. ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്തൊക്കെയാണ്? റൈറ്റ് യുവർ അഡ്രസ് ആൻഡ് ഡേറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ പേജ്. ഏറ്റവും ടോപ്പിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തു. ബിഗിൻ വിത്ത് ദ സാല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ് ലൈക്ക് ഡിയർ പോലത്തെ സാല്യൂട്ടേഷൻ വെച്ചിട്ടാണ് തുടങ്ങുക, എൻ്റെ സുഹൃത്ത് ഡിയർ എന്നല്ല. സെറ്റ് ദ മെയിൻ പേർപ്പസ് ഓഫ് യുവർ ലെറ്റർ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. അതിൻ്റെ മുകളിൽ തന്നെ എന്തിനാണ് കത്ത് എഴുതുന്നതെന്ന് പറയും. യു നീഡ് ടു ഫോളോ പങ്ക്ച്വേഷൻ റൂൾസ്. ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിലും പങ്ക്ച്വേഷൻ മാർക്സ് ഒക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. യൂസ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ടു സെൻഡ് ഗുഡ് വിഷസ് ആൻഡ് മെൻഷൻ യുവർ ഫ്യൂച്ചർ മീറ്റിംഗ് ആൻഡ് സോ ഓൺ. നമ്മൾ അതിനെ കുറിച്ച് നല്ലത് പ്രതീക്ഷിക്കുന്നു അടക്കമുള്ള ഗുഡ് വിഷസ് കൊടുക്കണം. ഗോഡ് ബ്ലസ് യു, ലൈക്ക് ദാറ്റ് ഗുഡ് വിഷസ് ആൻഡ് ഫ്യൂച്ചർ മീറ്റിംഗ്സ് ഓൺ. വി ഷുഡ് മീറ്റ് ഇൻ ഫ്യൂച്ചർ ടൈംസ്, വെൻ എന്നൊക്കെയുള്ളതൊക്കെ നമ്മളതിൽ കൊടുക്കണം. അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ നമുക്കറിയാം, നമ്മൾ ഇൻഫോർമലായി ഫ്രണ്ട്സിന്, സുഹൃത്തുക്കൾക്ക്, കുടുംബക്കാർക്ക് ഒക്കെ അയക്കുന്നതിനാണ് ഇൻഫോർമൽ ലെറ്റർ. ഇനി സ്ട്രക്ചർ ഓഫ് ഫോർമൽ ലെറ്റർ. All the lines aligned towards the left margin. Left marginൽ തുടങ്ങണം. The first information you put on a formal letter is your name. ഫോർമൽ ലെറ്ററിൽ ആദ്യത്തെ ഇൻഫർമേഷൻ നമ്മുടെ നെയിം ആയിരിക്കും. അഡ്രസ് ആൻഡ് ഡേറ്റ്.
നെയിം അഡ്രസ് ആൻഡ് ഡേറ്റ്. അപ്പോൾ ആദ്യം ഫ്രം എന്നുള്ളതിൽ നെയിം അഡ്രസ് ഡേറ്റ് നമ്മളുടേത്. ദെൻ ടൈപ്പ് ദ റെസിപ്പിയൻസ് അഡ്രസ്. നെക്സ്റ്റ് റെസിപ്പിയൻസ് അഡ്രസ്. യൂസ് ദെയർ ഫുൾ നെയിം, ഇൻക്ലൂഡ് ദെയർ ടൈറ്റിൽ, മിസ്, മിസ്റ്റർ, മിസ്സസ്, ഡോക്ടർ, ലൈക്ക് ദാറ്റ്. ഇഫ് യു ഡോണ്ട് നോ ദ പേഴ്സൺ, ബിഗിൻ വിത്ത് ദ പൊസിഷൻ ഓഫ് ദ പേഴ്സൺ. ആ പേഴ്സൺ അറിയില്ല എങ്കിൽ അയാളുടെ പൊസിഷൻ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ലെറ്റർ അയക്കുന്ന സമയത്ത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ സെല്ലിലേക്കാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ കൺട്രോൾ ഓഫ് എക്സാം, വി ഷുഡ് നോട്ട് നോ ഹൂ ഈസ് ദ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ. നമുക്കറിയില്ല, ബട്ട് വി ഷുഡ് റൈറ്റ് ഡൗൺ ദ പൊസിഷൻ. കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ, പരീക്ഷാ ഭവൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ്, skip a line and write your salutation. After skipping a line, we are writing the salutation. Dear sir, madam, dear manager. ആ അർത്ഥത്തില ഡിയർ എന്നുള്ള കണ്ടോ, ഡിയേഴ്സ്, ഡിയർ എന്നൊക്കെയുള്ള ഡിയർ സാർ, മാഡം, ഡിയർ മാനേജർ. ബിഗിൻ ദ ലെറ്റർ വിത്ത് ദ പേർപ്പസ് ആൻഡ് റെഫറൻസസ് ഇഫ് എനി. എന്തിനാണ് കത്തെഴുതുന്നത്? സബ്ജക്ട് ലൈൻ നമ്മൾ കൊടുക്കണം. എന്താണ് റിഗാർഡിങ് ദ എക്സാം. ഇപ്പോൾ വൈൽ വി ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു ദ യൂണിവേഴ്സിറ്റി for publishing our results. Our result, the fourth semester result is with second semester result is withheld, so we want to publish it. So we are writing a letter to Pariksha Bhavan, Calicut University. So then how we will write to control of examination, like subject line, subject എന്ന് എഴുതിയിട്ട് regarding publication of the result of second semester result of the number, registration number and name, registration number അതിൽ കൊടുക്കും. അപ്പോൾ എന്താണ് സംഭവം എന്ന് അതിൽ നോക്കിയാൽ തന്നെ കിട്ടും. ഇനി റെഫറൻസ് ലെറ്റർ ഉണ്ട് എങ്കിൽ, ഞാൻ മുമ്പ് ഒരു ലെറ്റർ അയച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ റെഫറൻസ് നമ്പർ, റെഫറൻസ് നമ്പർ ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അതും കൂടി നമ്മൾ അതിൽ കൊടുക്കണം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. Begin the letter with the purpose and reference if any. Keep to the point. Be brief and give all the necessary information. Formal letter should be brief and give all the necessary information. It should not be prolonged or it shall not be lengthy. അതൊരിക്കലും ലെങ്തി ആകാൻ പാടില്ല, വളരെ ചുരുക്കി നമ്മളാകണം. Conclude the letter with yours sincerely and sincerely. The last sentence, sincerely or yours sincerely, is the concluding sentence of the formal letter. After the complimentary clause, skip 3 lines and write your full name. After the complimentary clause, we know that yours sincerely or sincerely, thankfully, like that the words. And after that, skipping 2 or 3 lines, we are giving our full name and signature there. Next, cover letter. One of the formal letter is cover letter. A cover letter is 1-page document that along with your CV is sent to with your job application. A strong job application ന്റെ കൂടെ അയക്കുന്ന CV-യുടെ കൂടെയുള്ള ഒരു ലെറ്ററാണ് കവർ ലെറ്റർ. ഞാനിതാ ഇന്ന പോസ്റ്റിലേക്ക് നിങ്ങളുടെ ഇന്ന പത്രത്തിൽ ഇന്ന പരസ്യം കണ്ടിരുന്നു, ഇന്നൊരു പോസ്റ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഞാനിതാ ഇവിടെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കത്തെഴുതുന്നു. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ലൈൻ ഇത് എന്തായിരിക്കണം? ഇത് ഐ അറ്റാച്ച്ഡ് മൈ CV വിത്ത് ദിസ് ലെറ്റർ എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ടാകും. ദ ബേസിക് ഫോർമാറ്റ് ഓഫ് എ കവർ ലെറ്റർ എന്തൊക്കെ നോക്കാം. എവറി കവർ ലെറ്റർ ഷുഡ് ബി included your contact information date. It is very important because if they want to contact with us, the contact number is necessary. Employers contact information. Employers ആരാന്നുള്ളത് വേണം. ആരാണതുള്ളത്? ഫസ്റ്റ് പാരഗ്രാഫിൽ റീസൺ ഫോർ റൈറ്റിംഗ്, എന്തിനാണ് എഴുതുന്നത്, എങ്ങനെ കെട്ടി എന്നൊക്കെ ഉള്ളത്. സെക്കൻഡ് പാരഗ്രാഫ് യുവർ ഓഫേഴ്സ് ടു ദം, വാട്ട് യു ഓഫേഴ്സ് ടു ദം, എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്, ഞാനിതാ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. തേർഡ് പാരഗ്രാഫിൽ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെ വന്നാൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത്. ലാസ്റ്റ് പാരഗ്രാഫിൽ ക്ലോസിങ്, നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ക്ലോസിങ്. ഇനി റൈറ്റിംഗ് ഇമെയിൽ.
എങ്ങനെയൊക്കെ നമുക്ക് ഇമെയിൽ എഴുതാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാഗം. കഴിഞ്ഞ പ്രാവശ്യം കവറിംഗ് ലെറ്റർ എഴുതാനും ഒരു സിറ്റുവേഷൻ തരും, ആ സിറ്റുവേഷനിലേക്ക് ഒരു CV അയക്കാനും അതിൻ്റെ കൂടെ ഒരു കവറിംഗ് ലെറ്റർ അയക്കാനുള്ള ഒരു essay ചോദ്യം ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണത്. ഇപ്രാവശ്യവും അത് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ ഫോർമാറ്റ് ഓഫ് ഇമെയിൽ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. Email is short for electronic mail, similar to a letter, and is widely used in all but most formal business situations. It is quick and the recipients can easily receive your mail as soon as they go online. Moreover, it is more secure and low cost. You can attach photos, documents, and other files to an email so that more information can be shared. Electronic mail ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. Similar to a letter and is widely used in all but most business level situations. ഫോർമൽ ബിസിനസ് സിറ്റുവേഷനിലാണ് ഇത് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ ക്വിക്ക് റെസിപ്പിയൻസ് കിട്ടും, പെട്ടെന്ന് അവർക്ക് അതിൻ്റെ പോകാൻ പറ്റും, നമുക്ക് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇൻഫർമേഷൻ കൊള്ളിപ്പിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ ഫോമാറ്റ് എന്തൊക്കെയാണ്? ടു ഉണ്ടാവും. ടു അഡ്രസ്സ് ആർക്കാണ്? ഒരു ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും നമുക്കറിയാം. CC, അതിൻ്റെ കൂടെ തന്നെ താഴെ CC എന്നാണ്, കാർബൺ കോപ്പി. ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഒന്നും കൂടി അയക്കും. സബ്ജക്റ്റ് ലൈൻ, അതിൻ്റെ കൂടെ തന്നെ അടുത്തത് സബ്ജക്റ്റ് ലൈൻ ഉണ്ടാവും, ഇത് ആർക്കാണ് അയക്കുന്നത്. ഇഫ് ദ മെയിൽ ഈസ് എ റീപ്ലേ ദർ ഇസ് ഡിഫാൾട്ട് സബ്ജക്റ്റ് ലൈൻ റീപ്ലേ എന്നുണ്ടാവും. സബ്ജക്റ്റ് മെയിൽ, നമ്മളൊരു മെയിലിന് റീപ്ലൈ ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് അവിടെ ഉണ്ടാവും, അതിൻ്റെ താഴെ റീപ്ലൈ കൊടുത്താൽ മതി. സാലൂട്ടേഷൻസ് കൊടുക്കാം, സാർ എന്നൊക്കെയുള്ള ഓപ്ഷനിലാണ്. റീസൺ ഫോർ റൈറ്റിംഗ്, എന്തിനാണ് എഴുതുന്നത്. മെയിൻ പോയിന്റ്, ഡെവലപ്പിംഗ് ഓഫ് പോയിന്റ് ഓപ്ഷണൽ. മെയിൻ പോയിന്റ് കൊടുക്കണം, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അതിനടുത്തത്. അഡീഷണൽ പോയിന്റ്സ്, മെയിൻ പോയിന്റ് അതിൻ്റെ കൂടെയുള്ള മറ്റു പോയിന്റുകളാണ് ഡെവലപ്പിംഗ് പോയിന്റ്സ്, അഡീഷണൽ പോയിന്റ്സ്. ക്ലോസിങ്, ഇതിൻ്റെ ഒരു ക്ലോസിങ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഒക്കെ ഉള്ള ക്ലോസിങ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. നിങ്ങളൊരു ഇമെയിൽക്ക് നിങ്ങളോട് എഴുതാനുണ്ടാകും, അയക്കാനുണ്ടാകും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെക്ക് ചെയ്യുക. ഗൈഡ്ലൈൻസ് ഫോർ റൈറ്റിംഗ് ഇമെയിൽസ്. It should be brief and clear. Okay? An email should be brief and clear. Avoid mistake and edit carefully before sending. Use plain background to ensure your email is to read. The background should be plain. There should not be any pictures, any other colorful backgrounds. If the background is colorful, the content or the text could not be harsh. Avoid writing sarcastic or angry comments. Angry comments ഒന്നും പാടില്ല, sarcastic. If you are writing email to people within your company, avoid addressing them as dear. കമ്പനിയിലൊക്കെ ഉള്ള ആളുകൾക്കാണ് നമ്മൾ എഴുതുന്നത് ഡിയർ എന്നൊക്കെ ഉള്ള സല്യൂട്ടേഷൻസ് ഒഴിവാക്കുക. എൻഡിങ് ആൻ ഇമെയിൽ ബൈ റൈറ്റിംഗ് ലൈക്ക് കൈൻഡ് റിഗാർഡ്സ്, ബെസ്റ്റ് വിഷസ് എന്നൊക്കെ വെച്ചിട്ട് എഴുതാം. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഗൈഡ് ലൈനാണ്. പങ്ക്ച്വേഷൻസ് ഇൻ ഇമെയിലിലെ പങ്ക്ച്വേഷൻസ് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെർ നെസസറി. സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. യു ഷുഡ് അവോയ്ഡ് യൂസിങ് ടു മെനി അബ്രീവിയേഷൻസ്. വളരെ ഇന്നത്തെ ഓൺലൈൻ റൈറ്റിങ്ങിലുള്ള വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻസ് ഉണ്ട്, അത് ഒഴിവാക്കുക. ഹൗവർ ദർ ആർ സം സ്റ്റാൻഡേർഡ്. ചിലതൊക്കെ നമ്മളിപ്പോഴും അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ, അബ്രീവിയേഷൻസ് വിച്ച് ആർ ജനറലി അണ്ടർസ്റ്റുഡ് സച്ച് ആസ് അസാപ്പ്, ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതിന് സാപ്പ് എന്ന് ഉപയോഗിക്കും. എക്സെട്ര നമ്മൾ ഉപയോഗിക്കുന്നതാണ്. IE മീൻസ് ഫോർ എക്സാമ്പിൾ എന്നുള്ളതിന് നമ്മൾ ദാറ്റ് ഈസ് എന്നുള്ളതിന് നമ്മൾ പറയും ഫോർ എക്സാമ്പിൾ IE. ഇത് നമ്മൾ ഇതൊക്കെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, റൈറ്റിംഗ് സമ്മറീസ്. Maybe we write a summary in our email or a letter. Maybe a summary is condensed version of a book. ഒരു പുസ്തകത്തിൻ്റെ സമ്മറിയാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് എ ബുക്ക്, ആർട്ടിക്കിൾ ഓർ അതർ പീസ് ഓഫ് റൈറ്റിംഗ്. നമ്മുടെ ആർട്ടിക്കിളായാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൻ്റെ ഒരു കണ്ടൻസ്ഡ് അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഒരു ചുരുക്കരൂപം. ഇറ്റ് ഈസ് നോട്ട് എ റീറിട്ടൺ ഫോം ഓഫ് ദ ഒറിജിനൽ. ഒറിജിനലിൻ്റെ റീറിട്ടൺ ഫോം അല്ല, അതിനെ മാറ്റി എഴുതിയതല്ല, പക്ഷെ അതിൻ്റെ ചുരുക്കം. To write a summary, use your own words to express briefly the main idea and relevant details of the piece of you have read. നമ്മൾ വായിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഐഡിയയാണ് നമ്മൾ റീറൈറ്റ് ചെയ്യുന്നത്. The purpose of writing a summary is to give the basic ideas of the original reading. Why we are writing a summary? The purpose of writing a summary is
to give the main ideas of the text. main textന്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് കൊടുക്കുക. അണ്ടർസ്റ്റാൻഡ് ദ മെറ്റീരിയൽ യു ആർ വർക്കിംഗ് വിത്ത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊരു സമ്മറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? വർക്ക് വായിച്ചിട്ട് മെയിൻ ടെക്സ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഐഡിയ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. Try to identify the purpose of the reading. Why the reader wrote this book? We could understand. We could emphasis on that. Identify what type of text you are reading. Which type of the text is it? It should be identified. That identify cheyanam. Skim the text and identify the main idea of the text, noting in your mind the titles and subheadings and highlights the important points. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഹൈലൈറ്റിങ്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ടാണ് ടെക്സ്റ്റിന് ടോട്ടൽ ഒരു സ്കിം ആൻഡ് എന്താ പറയുക, നമ്മളതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്കിം ആൻഡ് സ്കാൻ ചെയ്യണം. സ്കിം ആൻഡ് സ്കാൻ മീൻസ് നമ്മളതിലൂടെ ഇങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ വായന നടത്തണം. റീഡ് വിത്ത് ഹൂ, വാട്ട്, വെൻ, വേർ ആൻഡ് വൈ ആൻഡ് ഹൗ ക്വസ്റ്റ്യൻ ഈസ് ഇൻ മൈൻഡ് ആൻഡ് ടേക്ക് നോട്ട്സ്. നമ്മൾ വായിക്കുന്ന സമയത്ത് ഹൂ, വാട്ട്, വെൻ, വേർ, വൈ, ഹൗ ഇത് വെച്ചിട്ടായിരിക്കണം എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആര് ചെയ്തു, പിന്നെ ആർക്കാണ് സംഭവിച്ചത്, എന്തുകൊണ്ട്, എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുസ്തകം വായിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ആൻസറുകളാണ് നമ്മൾ സത്യത്തിൽ സമ്മറിയിൽ ചുരുക്കി എഴുതേണ്ടത്. റൈറ്റ് ഡൗൺ മെയിൻ പോയിന്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ദ സമ്മറി ഷുഡ് ബി ഇൻ അവർ ഓൺ വേർഡ്സ്. It should not be the extract from the main text. Go through the process again, making changes as appropriate. വീണ്ടും അത് വായിച്ചിട്ട് വീണ്ടും ചെയ്യാം. Writing memos. Memos means memorandums. A memo, short form of memorandum, is normally used for communicating policies, procedures, or related officials' business within an organization. A memo's purpose is to inform others about the new or changed policy, procedures, organizational details, but it necessarily include an element of persuasion. എന്താണ് ഒരു മെമോ? ഷോർട്ട് ഫോം ഓഫ് മെമ്മറാണ്ടം is normally used for communicating policies, procedures, or related official business within an organization. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണ് കേട്ടോ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, പോളിസീസ് ഇങ്ങനെയൊക്കെ ഉള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ചേഞ്ച്ഡ് പോളിസി, പ്രൊസീജിയേഴ്സ്, ഓർഗനൈസേഷണൽ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളൊക്കെ അറിയിക്കലാണ്. ഇപ്പോൾ കോളേജുകളിൽ മെമോസ് ഉണ്ടാവും, കുട്ടികൾക്ക് മെമോസ് ഉണ്ടാവും, അധ്യാപകർക്ക് മെമോസ് ഉണ്ടാവും. ഇത് വളരെ സാധാരണഗതിയിൽ നടക്കുന്നൊരു സാധനമാണ്. എന്നാൽ ഹിയർ ആർ സം യൂസസ് ഓഫ് മെമോസ്. ടു അനൗൺസ് മീറ്റിംഗ്സ്, ഇവൻറ്റ്സ് ആൻഡ് ചേഞ്ചസ്. No need of description. To present decisions, directions, directives, proposals, briefings. ഇതിനെയൊക്കെ പറയാൻ. To transmit documents, internal documentsനെ പരസ്പരം കൈമാറാനൊക്കെ വേണ്ടിയിട്ട് മെമോ എഴുതുന്നു. Writing blog. Next session. A blog, short form of web blog. Web blog വി ബ്ലോഗ് എന്നും പറയുക. ഇതിനൊരു വെബ് ലോഗ് എന്നാണ് അതുള്ളത്, വെബ് ലോഗ്. അതിന് വി ബ്ലോഗ് എന്ന് മാറ്റി. നിങ്ങൾ ശ്രദ്ധിക്കുക, വി ബ്ലോഗ് എന്ന് മാറ്റിയിട്ട് വി മാറ്റിയിട്ട് എഴുതിയിട്ട് അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി, എന്നിട്ട് ബ്ലോഗ് എന്ന് മാത്രമാക്കി. ഈസ് ആൻ ഓൺലൈൻ ജേർണൽ ഓർ ഇൻഫർമേഷണൽ വെബ്സൈറ്റ് ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻ ഇൻ ദ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ വിത്ത് ലേറ്റസ്റ്റ് പോസ്റ്റ് അപ്പിയറിംഗ് ഫസ്റ്റ്. ആദ്യം ക്രോണോളജിക്കൽ ഓർഡറിന് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ കാലഗണനയ്ക്കനുസരിച്ചാണ്. ആദ്യത്തേത് ആദ്യം, പിന്നത്തേത് വരുന്നതാണ് ക്രോണോളജിക്കൽ ഓർഡർ. റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത് ആദ്യം വരുന്ന രൂപത്തിൽ ഇൻഫർമേഷൻ അതേപോലെ തന്നെ ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വെബ് ജേണലാണെന്ത്, ഓൺലൈൻ ജേണലാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. It is a platform where a writer or even a group of writers share their views on an individual subject. ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബ്ലോഗ്. ഇനി ഒരു വാക്കുകൾ കേട്ടോ, ഇത് വാക്കുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വൺ വേർഡ് ചോദിച്ചേക്കാം. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജേർണൽ ഓർ എ ഡയറി ദാറ്റ് ഈസ് ഓൺ ദ ഇന്റർനെറ്റ്. ബ്ലോഗർ എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ ഹു കീപ്സ് എ ബ്ലോഗ്. Examples: bloggers are revolutionizing the way news I shared. The way
ന്യൂസ് ഈസ് ഷെയർഡ്. ഓക്കെ, ന്യൂസ് എങ്ങനെയാണോ ഷെയർ ചെയ്യപ്പെടുന്നത് അതിനെ റെവല്യൂഷനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ബ്ലോഗേഴ്സ്. ബ്ലോഗർ എന്ന് പറഞ്ഞാൽ ഹു ഈസ് വർക്കിംഗ് ഓൺ ദ ബ്ലോഗ്. ഇനി ബ്ലോഗ് വെർബായിട്ട് ഉപയോഗിക്കും. ടു റൈറ്റ് എ ബ്ലോഗ് എന്നർത്ഥത്തിൽ. ഐ ആം ഗോയിങ് ടു ബ്ലോഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. ബ്ലോഗിങ് എന്ന് പറയുന്നത് എന്താണ്? വെർബ്. ദ ആക്ഷൻ ഓഫ് റൈറ്റിംഗ് എ ബ്ലോഗ്. എക്സാമ്പിൾ, ബ്ലോഗിങ് ഈസ് മൈ വേ ഓഫ് ഷെയറിങ് മൈ പാഷൻസ് വിത്ത് ദ വേൾഡ്. അപ്പോൾ ബ്ലോഗിങ് ഈസ് അതൊരു നൗണാണ്. പിന്നെ ബ്ലോഗ് എന്നുള്ളത് വെർബായിട്ട് ഉപയോഗിക്കും. ബ്ലോഗർ എന്നത് നൗണാണ്. ബ്ലോഗ് എന്നുള്ളത് നൗണായി ഉപയോഗിക്കും. ഇതൊക്കെ ഇതിൻ്റെ വർക്കുകളാണ്. ഇതിൻ്റെ ഒരു എറ്റിക്കറ്റൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് രൂപങ്ങൾ എന്നുള്ളതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ബ്ലോഗ് സ്ട്രക്ചർ. The appearance of blogs has been changing over time, and nowadays blogs include different items. But most of the blogs follow some standard features and structures. ബ്ലോഗിന് വളരെ വ്യത്യസ്തമായ രീതികളുണ്ട്. അതിന് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇന്ന് എഴുതുന്നത്. ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. Here are common features that a typical blog will include. കുറച്ച് ഫീച്ചേഴ്സ്. ഹെഡർ വിത്ത് ദ മെനു ഓർ നാവിഗേഷൻ ബാർ. ഒരു ഹെഡർ ഉണ്ടാവും, അതിനൊരു നാവിഗേഷൻ ബാറോട് കൂടിയിട്ടുള്ള. മെയിൻ കണ്ടന്റ് ഏരിയ വിത്ത് ഹൈലൈറ്റഡ് ഓർ ലേറ്റസ്റ്റ് ബ്ലോഗ് പോസ്റ്റ്. ഒരു കണ്ടന്റ് ഏരിയ ഉണ്ടാവും, ഏറ്റവും ലാസ്റ്റ് പിന്നത്തെ ഒക്കെ ബ്ലോഗിൽ വന്നിട്ടുള്ള ഒരു കണ്ടന്റ് ഏരിയ. മെയിൻ സൈഡ് ബാർ വിത്ത് സോഷ്യൽ പ്രൊഫൈൽസ്, ഫേവറേറ്റ് കണ്ടന്റ് ഓർ കോൾ ടു ആക്ഷൻ. ഒരു സൈഡ് ബാർ ഉണ്ടാവില്ല, സോഷ്യൽ പ്രൊഫൈൽസ്, ഫേവറേറ്റ് കണ്ടന്റുകൾ, ഇതൊക്കെ വരുന്ന ഒരു മറ്റൊരു ഭാഗം ഉണ്ടാവും. ഫൂട്ടർ വിത്ത് റെലവൻറ്റ് ലിങ്ക്സ് ലൈക്ക് ഡിസ്ക്ലൈമർ, പ്രൈവസി പോളിസി, കോണ്ടാക്ട് പേജ്. ഇതൊക്കെ ഉള്ള ഒരു ഹെഡർ, ഒരു ഫൂട്ടറും ഉണ്ടാവും താഴെ. ലിങ്ക്സ്, നമ്മുടെ ഡിസ്ക്ലൈമർ, നമ്മുടെ പ്രൈവസി പോളിസി, കോണ്ടാക്ട് പേജ് ഒക്കെ അടക്കമുള്ള ഒരു താഴെ ഒരു ഭാഗം ഉണ്ടാവും. ഇൻ ടുഡേയ്സ് വേൾഡ്, ബ്ലോഗ് മേ കണ്ടെയ്ൻ മെനി അതർ എലമെന്റ്സ് സച്ച് ആസ് എ ഡിസ്പ്ലേ ഓഫ് റീസെൻറ്റ് പോസ്റ്റ്. ഇതിൽ ഇന്നത്തെ കാലത്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു വെബ്സൈറ്റ് പോലെ ബ്ലോഗ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ റീസെൻറ്റ് പോസ്റ്റുകൾ ഉണ്ടാവും. എ പ്ലഗിങ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി സെൻസ് എ ന്യൂ പോസ്റ്റ് ഡീറ്റെയിൽസ് ടു ട്വിറ്റർ ഓർ ഫേസ്ബുക്ക്. ഒരു ഏരിയ ഉണ്ടാവും, അവിടെ നിന്ന് നമ്മുടെ ഓരോ പോസ്റ്റുകളെയും ട്വിറ്ററിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ ഓട്ടോമാറ്റിക്കലി എത്തിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇമേജ് ഗാലറീസ് ഉണ്ട്. ആൻഡ് ദ എബിലിറ്റി ടു ടേൺ ദ പോസ്റ്റ് ഇൻ ടു എ ഈസി ടു പ്രിന്റ് ഡോക്യുമെന്റ്. പിന്നെ ഡോക്യുമെന്റ്സ് ഈസിയായി പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് വരെ മാറ്റാൻ പറ്റുന്ന ഏരിയകളും ഇതിനുണ്ട്. നെക്സ്റ്റ്, ബ്ലോഗ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ബ്ലോഗിലുള്ളത്? ആർക്കീവ്സ് പ്രധാനപ്പെട്ടത്. The more content you post, it begins go down list. Eventually it will move to the next page or your blog. ഇതിലൊരു ഹിസ്റ്ററി ഉണ്ടാവും. പഴയതൊക്കെ ഇങ്ങനെ ആർക്കീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഒന്നാമത്തത്, bells and widgets. Widgets are essentially on-screen tools that allow you to add extra functions with little efforts. Some of the more common widgets you will see on the basic free blog sites include a counter displays visitor traffic on your blog. അധികമുള്ള കുറേ ഏരിയാസ്, കുറച്ച് കാര്യങ്ങൾ. ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവിടെ പിന്നെ എന്താ പറയുക, ട്രാഫിക് ഓൺ യുവർ ബ്ലോഗ്, നമ്മുടെ ബ്ലോഗിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ സെർച്ച് ചെയ്യാനുള്ള ഒരു ഏരിയ, ഒരു കൗണ്ടർ ഡിസ്പ്ലേ. അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെയാണ് നമ്മളുടെ ബ്ലോഗിൽ ഉള്ളത് എന്നുള്ളത്. എ സെർച്ച് ബോക്സ് ദാറ്റ് എനാബിൾസ് വിസിറ്റേഴ്സ് ടു സെർച്ച് യുവർ ബ്ലോഗ്. നമ്മളെ ബ്ലോഗിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ബോക്സ് ഉണ്ടാവും. ഇതൊക്കെ വിജറ്റ്സ് ആട്ടോ. എ ലിസ്റ്റ് ഓഫ് കാറ്റഗറീസ് ദാറ്റ് വിസിറ്റേഴ്സ് ക്യാൻ സെർച്ച് അക്കോർഡിംഗ് ടു ഇൻട്രസ്റ്റ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. സ്പോർട്സ്, പൊളിറ്റിക്സ്, സോഷ്യൽ ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. A list of keywords that allow you to share direct links to favorite websites and blogs. Keywords. While I am writing an essay, there may be many keywords in that essay. That keywords may be not touched there. If I am searching my blog, if someone searching this keyword, they may enter to my blog. They may go straight to my blog. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇതൊക്കെയാണ് വിജറ്റ്സ് എന്ന് പറയുന്നത്. ബെൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബെൽസ് ഐക്കൺസ് ആണ്. ചില സൂചനകളൊക്കെ അതിൻ്റെ ആ ഭാഗത്ത്, ഈ ഭാഗത്ത്, ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതാണ്. നെക്സ്റ്റ് ഭാഗത്ത് ഒരു കമൻറ്റ് ബോക്സ് ഉണ്ടാവും. At the end of every blog article, readers can share their different opinions via comment. The most important thing about the online media is that it is interactional. Interactive method is very similar to us. If we post something, there may be some comments
under that post, and like that in each blog there may be a comment box to comment, to get comments from the readers and opinions from them. There may be different opinions and comments on the post there. Next, etiquette or netiquette in writing. Etiquette means is the customary code of behavior in society among members of a particular profession or a group. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ കീപ്പ് ചെയ്യേണ്ട ഒരു ചില കോമൺ ബിഹേവിയേഴ്സിനാണ് എറ്റിക്കറ്റ് എന്ന് പറയുക. പ്രൊഫഷണൽ എറ്റിക്കറ്റ് എന്ന് പറയുക. ടീച്ചേഴ്സ് എറ്റിക്കറ്റ് മീൻസ് ടീച്ചേഴ്സ് ഹാവ് സം behaviors. Teachers have to have been expected to behave in this way. Teachers ഇന്ന വഴിയിലൊക്കെ ബിഹേവ് ചെയ്യുന്നുള്ള ഒന്നുണ്ട്. ഡോക്ടേഴ്സ് ഹാവ് സം എറ്റിക്കറ്റ്. അവർക്ക് അവരുടേതായ കുറച്ച് പ്രൊഫഷണൽ എറ്റിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എറ്റിക്കറ്റ് എന്ന് പറയാം. ദിസ് കറക്റ്റ് ഓർ അക്സെപ്റ്റബിൾ വേ ഓഫ് യൂസിങ് ദ ഇൻ്റർനെറ്റ് ഈസ് കാൾഡ് നെറ്റിക്കറ്റ്. എന്നാൽ ഇൻ്റർനെറ്റിലേക്ക് പോകുമ്പോൾ ഇൻ്റർനെറ്റ് ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ കുറച്ച് നെറ്റിക്കറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? ഹിയർ ആർ സം റൂൾസ് ടു ഫോളോ ആസ് പാർട്ട് ഓഫ് ഇമെയിൽ എറ്റിക്കറ്റ്. എന്തൊക്കെയാണ് കുറച്ച് ഇമെയിൽ അയക്കുന്ന സമയത്ത് സൂക്ഷിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൻറ്റെയിൻ പ്രൈവസി. ഇഫ് യു ആർ mailing to someone, we should not disclose that mail to others. Privacy is important. Briefly introduce yourself. നമ്മൾ ആരാന്നുള്ളത് അവിടെ പറയണം. Introduce ourselves is very important. Be clear in your subject line clear ആയി എഴുതുക. Don't email angrily. ദേഷ്യപ്പെട്ടൊന്ന് ഇമെയിൽ അയക്കരുത്. Avoid using shortcuts to real words, emotions, jargons or slang. നമ്മൾ ചില വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് കട്ടുകളായിട്ടുള്ള ഇമോഷൻസ്, ജാഗൻസ്, സ്ലാങ് ഇതൊന്നും ഉപയോഗിക്കരുത്. വളരെ പ്രധാനപ്പെട്ട വാക്കുകൾക്ക്. യുവർ ഇമെയിൽ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യു. നമ്മളുടെ ഇമെയിൽ നിന്ന് നമ്മുടെ സ്വഭാവം കാണിക്കുന്നതാണ്. അതൊക്കെ അതിൽ കൃത്യമായിട്ട് വരച്ചിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ഇമെയിൽ എറ്റിക്കറ്റ് എന്നുള്ളത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് സെമിസ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ഇമെയിൽ എറ്റിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റിക്കറ്റാണിത്. ഇമെയിൽ നെറ്റിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ദിസ് ബുക്ക് ഈസ് ഫാക്സ് ട്രാൻസ്മിഷൻ. ഫാക്സ് അയക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പക്ഷെ അറിഞ്ഞോളുന്നില്ല. കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഫാക്സ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു കത്ത് സ്കാൻ ചെയ്ത് അങ്ങോട്ട് അയച്ചാൽ വേറൊരു സ്ഥലത്ത് അത് കത്തായിട്ട് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണൊക്കെ നമ്മുടെ ടെലിഫോൺ ഫോൺ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ തന്നെ അതിനങ്ങോട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഇത് പണ്ടുണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഇതുണ്ട്. ആൾവേസ് ഇൻക്ലൂഡ് എ കവർ പേജ് ഫ്രീ ഓഫ് ഓൾ എനി നെസസറി ഇൻഫർമേഷൻ ഓഫ് ആർട്ട് വർക്ക്. ഒരു കവർ പേജ് ഉണ്ടാവും. നെസസറി എന്ത് വേണ്ട, ഇൻഫർമേഷൻ ഓഫ് ആർട്ട് വർക്ക് ഒന്നും ആവശ്യമില്ലാത്ത സാധനമാണ്. ആഫ്റ്റർ ട്രാൻസ്മിറ്റിംഗ് യുവർ ഫാക്സ് മേക്ക് എ ഫോളോ അപ്പ് കോൾ ടു ദ റെസിപ്പിയൻറ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു ഫാക്സ് നമ്മൾ അയച്ചാൽ ഉടനെ നമ്മൾ കോൾ ചെയ്യണം. ഞാനൊരു ഫാക്സ് അയച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടോ? ദിസ് ഡസ് നോട്ട് റിക്വയർ ഇൻ ഡെപ്ത് ഡിസ്കഷൻ ഓൺ വാട്ട് ദ ഫാക്സ് കണ്ടെയ്ൻഡ്. ഈ ഫാക്സിൽ എന്താ ഉള്ളതെന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരു ഫാക്സ് അയച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. യൂസ് ഡയറക്ഷൻ when faxing sensitive or confidential information. If you are sending personal information, let the individual know you are sending the fax beforehand. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫാക്സ് അയക്കുമ്പോൾ ആരൊക്കെയാണ് ഫാക്സ് പ്രിൻ്റ് ചെയ്യാൻ നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഓഫീസിലെ ആളുകളായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പേഴ്സണെ നേരിട്ട് വിളിച്ച് പറയണം, ഞാൻ ഇന്ന ഇൻഫർമേഷനാണ് അയക്കാൻ പോകുന്നത്, അതുകൊണ്ട് അപ്പോൾ അയാൾ നേരിട്ട് പോയിട്ട് ആ ഫാക്സ് പ്രിൻ്റ് എടുത്തേക്കാം. അപ്പോൾ അതിൽ എന്താ പറയുക, പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റും. കീപ്പ് എ കോപ്പി ഓഫ് ഫാക്സ് ട്രാൻസ്മിഷൻസ് ഇൻ കേസ് ദേ ആർ നീഡഡ് ടു കൺഫേം ദാറ്റ് ദേ വർ സെൻറ്റ്. ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അവർക്ക് സംശയം തോന്നുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കോപ്പി ഇവിടെ കീപ്പ് ചെയ്യണം. Respect the privacy of confidential faxes received. Don't share personal information with your co-workers. If we got a personal information from others, we should not share this personal information with our co-workers or our colleagues. നമ്മുടെ കൊളീഗ്സുമായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. If you receive a fax in error, let the sender know by giving them a call.
ഫാക്സ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അയച്ചു കിട്ടി നോക്കുന്ന സമയത്ത് അതിൽ എന്തോ എറർ ഉണ്ടെങ്കിൽ വി ഷാൾ മേക്ക് എ കോൾ ടു ദ സെൻഡർക്ക് നമ്മളൊരു കോൾ ചെയ്യണം. നിങ്ങൾ അയച്ചതിൽ കേട് വന്നിട്ടുണ്ട്, അതിൽ ശരിക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയക്കണം. ഇതൊക്കെ അതിൻ്റെ കുറച്ച് നിയമങ്ങളാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഒരു ഭാഗം കൂടി ഉണ്ട്, ബിസിനസ് കാർഡ് എറ്റിക്കറ്റ്. ബിസിനസ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലൊരു ബിസിനസ് കാർഡ് ഉണ്ടാവും. എന്താ നമ്മളതിന് പറയാ, നമ്മളൊരു ചെറിയ കാർഡ് സൂക്ഷിക്കുമല്ലോ നമ്മുടെ കയ്യിൽ. നമ്മളൊരു ഓഫീസിൽ നിന്ന് നമുക്കൊരു കാർഡ് തരും, ആ ബിസിനസ് കാർഡിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ബിസിനസ് കാർഡ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കുറച്ച് എറ്റിക്കറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ബിസിനസ് കാർഡിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിലുണ്ട്, നിങ്ങളത് നോക്കുക. നെവർ ലീവ് യുവർ ഹോം ഓർ ഓഫീസ് വിത്തൗട്ട് യുവർ കാർഡ്സ് ഹാവ് പ്ലെൻറ്റി ഓഫ് ദം. നമ്മൾ ഓഫീസിൽ നിന്ന് പോരുമ്പോഴും വീട്ടിൽ നിന്ന് പോരുമ്പോഴും അവിടെ കാർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ കാർഡുകൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളൊരാൾ കാണാൻ വന്നു, അപ്പോൾ എൻ്റെ കാർഡ് ഇവിടെ അല്ല, ഞാൻ വീട്ടിൽ വെച്ചു, അല്ലെങ്കിൽ എൻ്റെ കാർഡ് ഓഫീസിലാണ്, ഇപ്പോൾ വീട്ടിലില്ല, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം തന്നെ നമുക്ക് കാർഡ് കൊടുക്കാൻ പറ്റണം. കീപ് യുവർ കാർഡ്സ് ഇൻ എ ബിസിനസ് കാർഡ് കേസ് ഓർ ഇൻ സംതിങ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദം ഫ്രം വിയ. നമ്മളൊരു ബിസിനസ് കാർഡ് എന്താ പറയുക, ഒരു കേസിന്, ഒരു ബിസിനസ് കാർഡ് വെക്കുന്ന ഒരു സ്ഥലം, ഒരു കേസ്, അതിൽ വെക്കണം. അതിലൊരിക്കലും ചുളിവോ അതിൽ മറ്റു എന്താ പറയുക മടങ്ങലോ ചുളിവുകളോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അതിനെ കീപ്പ് ചെയ്യണം. വിയർ ആൻഡ് ടിയർ. നോ വേർ യുവർ ബിസിനസ് കാർഡ്സ് ആർ ഓൾ ദ ടൈം. എവിടെയാണ് ബിസിനസ് കാർഡ് വെച്ചത് എന്ന് നമുക്കറിയണം. ഒരാൾ വന്ന് നമ്മളയാൾക്ക് കൊടുക്കാൻ നോക്കുന്ന സമയത്ത് അതെവിടെ വെച്ചതെന്ന് അറിയാത്തൊരു പ്രശ്നം ഉണ്ടാകരുത്. ഹാൻഡ് ദം ഔട്ട് വിത്ത് ഡിസ്ക്രീഷൻ. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് തന്നെ കൊടുക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാവർക്കും ബിസിനസ് കാർഡ് കൊടുക്കരുത്. ഇവന് കൊടുത്താൽ ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ആൾവേസ് മേക്ക് എ കമൻറ്റ് അബൌട്ട് എ കാർഡ് വെൻ യു റിസീവ് ഇറ്റ്. ഇനി ആരെങ്കിലും നമുക്കൊരു കാർഡ് തരുന്ന സമയത്ത് അതൊന്ന് നോക്കിയിട്ട് ഇതിലൊരു കമൻറ്റ് നമ്മൾ ചെയ്യണം. നല്ല കാർഡ്, അല്ലെങ്കിൽ ഇതിൽ കാർഡ് ഉഷാറാണല്ലോ, അങ്ങനെ എന്തെങ്കിലും കമൻറ്റ്. നോട്ട് ദ ലോഗോ, ദ ബിസിനസ് നെയിം ഓർ സം അതർ പീസ് ഓഫ് ഇൻഫർമേഷൻ. ദിസ് പ്ലേസസ് വാല്യൂ ഓൺ ദ കാർഡ്. അതിൽ ലോഗോ, ഇത് നല്ല ലോഗോ ആണല്ലോ, നിങ്ങളുടെ ബിസിനസ് നെയിം ഉഷാറാണല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മൾ പറയണം. എന്താണെന്നറിയോ, ഇത് ശ്രദ്ധിച്ച് നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. കീപ് യുവർ ബിസിനസ് കാർഡ്സ് അപ് ടു ഡേറ്റ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ വരെ നമ്മളൊരു സെയിൽസ്മാൻ ആയിരുന്നു, ഇന്ന് നമ്മൾ മാനേജറായി മാറിയപ്പോൾ ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ കാർഡ് മാറ്റിയിട്ട് മാനേജർ എന്ന പേരിൽ അടിച്ചിടക്കണം. കാരണം ഇന്ന് വരുന്ന ആളുകൾ കൊടുക്കാനുള്ളതാണ്. When any of your contact information changes, add the new one immediately. ഇത് കോൺടാക്ട് ഫോൺ നമ്പറൊക്കെ മാറിപ്പോയാൽ അത് അപ്പം തന്നെ ആഡ് ചെയ്യണം, പുതുതായിട്ട് നമ്മൾ ചേർത്ത് കൊണ്ട് കൊടുക്കണം. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ. ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്ററും ഈ പുസ്തകവും അവസാനിക്കുകയാണ്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇത് വായിക്കുക, കേൾക്കുക. സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക, ഞാൻ മറുപടി നൽകുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ വഴിയും മറുപടികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്, ചോദിച്ചാൽ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക്സ്.